ഓം ശാന്തി. 21/12/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 5/3/2008 മധുബൻ. സംഗമത്തിലെ ബാങ്കിൽ സൈലൻസിൻ്റെ ശക്തിയും ശ്രേഷ്ഠ കർമ്മവും ശേഖരിക്കൂ. ശിവമന്ത്രത്തിലൂടെ ഞാനെന്ന ഭാവത്തെ പരിവർത്തനപ്പെടുത്തൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ സ്നേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സ്നേഹത്തിൻ്റെ വിമാനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സ്നേഹത്തിൻ്റെ വിമാനം വളരെ സഹജമായി സ്നേഹിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിശേഷിച്ച് എല്ലാ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ആത്മാക്കളും പരമാത്മാ സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. ബാബ്ദാദയും 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. ഈ പരമാത്മാ സ്നേഹം സഹജമായി ബാബയ്ക്ക് സമാനം അശരീരി ആക്കുന്നു. വ്യക്തഭാവത്തിൽ നിന്നും ഉപരി അവ്യക്ത സ്ഥിതിയിൽ അവ്യക്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ബാബ്ദാദയും ഓരോ കുട്ടിയെയും സമാനമായ സ്ഥിതിയിൽ കണ്ട് ഹർഷിതമാവുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികളും ശിവരാത്രി, ശിവജയന്തി, ബാബയുടെയും തൻ്റെയും ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. ബാബയും ദാദായും രണ്ടുപേരും അവരവരുടെ വതനത്തിൽ നിന്നും നിങ്ങളെല്ലാ കുട്ടികളുടെയും ജന്മദിനം ആഘോഷിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഴുവൻ കൽപ്പത്തിലും ബാബയുടെയും താങ്കളുടെയും ഈ ജന്മദിനം വേറിട്ടതും അതിപ്രിയപ്പെട്ടതുമാണ്. ഭക്തരും ഈ ഉത്സവത്തെ വളരെയധികം ഭാവനയോടെയും സ്നേഹത്തോടെയും ആഘോഷിക്കുന്നു. താങ്കൾ ഈ ദിവ്യ ജന്മത്തിൽ ഏതൊരു ശ്രേഷ്ഠവും അലൗകികവുമായ കർമ്മം ചെയ്തുവോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്മാരക രൂപത്തിൽ അല്പകാലത്തേക്കായാലും അല്പസമയത്തേക്ക് വേണ്ടി ആഘോഷിക്കുന്നു. എന്നാൽ ഭക്തരുടെയും അതിശയമാണ്. സ്മാരകം ആഘോഷിക്കുന്നവരുടെയും സ്മാരകം ഉണ്ടാക്കുന്നവരുടെയും നോക്കൂ എത്ര അതിശയമാണ്. അവർ കോപ്പി ചെയ്യുന്നതിലും സമർത്ഥരായി വന്നിരിക്കുകയാണ്. കാരണം താങ്കളുടെ തന്നെ ഭക്തരാണല്ലോ. അപ്പോൾ താങ്കളുടെ ശ്രേഷ്ഠതയുടെ ഫലം ആ സ്മാരകം ഉണ്ടാക്കുന്നവർക്ക് വരദാന രൂപത്തിൽ ലഭിച്ചു. താങ്കൾ ഒരു ജന്മത്തേക്ക് വേണ്ടി ഒരു തവണ സമ്പൂർണ്ണ പവിത്രതയുടെ വ്രതം എടുക്കുന്നു. കോപ്പി ചെയ്തിരിക്കുകയാണ്. ഒരു ദിവസത്തേക്ക് വേണ്ടി പവിത്രതയുടെ വ്രതവും വയ്ക്കുന്നു. താങ്കളുടേത് മുഴുവൻ ജന്മവും പവിത്ര അന്നത്തിൻ്റെ വ്രതമാണ്. അവർ ഒരു ദിവസം വയ്ക്കുന്നു. അപ്പോൾ ബാബ്ദാദ ഇന്ന് അമൃതവേളയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളേവരുടെയും ഭക്തരും കുറവൊന്നുമല്ല. അവരുടെയും വിശേഷത നല്ലതായിരുന്നു. അപ്പോൾ താങ്കളേവരും മുഴുവൻ ജന്മത്തേക്ക് വേണ്ടി ഉറച്ച വ്രതം ആഹാരപാനീയത്തിൻ്റേതായാലും മനസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ പവിത്രതയുടേതായാലും വാക്കുകളുടെ കർമ്മത്തിൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും കർമ്മത്തിൻ്റെ ഉറച്ച വ്രതം മുഴുവൻ ജന്മത്തേക്ക് വേണ്ടിയും എടുത്തുവോ അതോ കുറച്ചൊക്കെ എടുത്തുവോ? പവിത്രത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരമാണ്. പൂജ്യരാകുന്നതിൻ്റെ ആധാരമാണ്. ശ്രേഷ്ഠ പ്രാപ്തിയുടെ ആധാരമാണ്. അപ്പോൾ ഏതെല്ലാം ഭാഗ്യവാന്മാരായ ആത്മാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ അവർ ചെക്ക് ചെയ്യൂ. ഈ ജന്മത്തിൻ്റെ
പവിത്രമാകുന്നതിൻ്റെ ഉത്സവം 4 പ്രകാരത്തിലൂടെ. കേവലം ബ്രഹ്മചര്യം മാത്രമല്ല പവിത്രത, എന്നാൽ മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിലും പവിത്രത. ഈ ഉറച്ച വ്രതം എടുത്തുവോ? ആരാണോ ഉറച്ച രീതിയിൽ എടുത്തത്, കുറച്ചൊക്കെ അപക്വമായതല്ല, അവർ കൈ ഉയർത്തു. ഉറച്ചതാണോ? എത്രമാത്രം ഉറച്ചത്? ആരെങ്കിലും കുലുക്കിയാൽ കുലുങ്ങുമോ? കുലുങ്ങില്ലേ? ഇടയ്ക്കിടയ്ക്ക് മായ വരുന്നില്ലേ? മായയ്ക്ക് വിട നൽകിയോ? അതോ ഇടയ്ക്കിടയ്ക്ക് വിട നൽകുകയും വരികയും ആണോ? ചെക്ക് ചെയ്യൂ. അപ്പോൾ ഉറച്ച വ്രതം എടുത്തുവോ? സദാകാലത്തെ വ്രതം എടുത്തുവോ? അതോ ഇടയ്ക്കിടയ്ക്കുള്ളതാണോ? ചിലപ്പോൾ കുറച്ച്, ചിലപ്പോൾ വളരെയധികം, ചിലപ്പോൾ ഉറച്ചത്, ചിലപ്പോൾ അപക്വം. ഇങ്ങനെയല്ലല്ലോ. കാരണം ബാപ്ദാദയോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും 100% കൂടുതലാണെന്ന് കണക്കാക്കുന്നു. അഥവാ ബാപ്ദാദ ചോദിക്കുകയാണ്, ബാബയോട് എത്രമാത്രം സ്നേഹമുണ്ട്? അപ്പോൾ എല്ലാവരും വളരെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ കൈ ഉയർത്തുന്നു. സ്നേഹത്തിൽ പെർസെൻറ്റേജ് ഉള്ളവർ കുറവ് തന്നെയായിരിക്കും. മെജോറിറ്റിക്കും സ്നേഹമുണ്ട്. അപ്പോൾ ഏതുപോലെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പാസ്സാണോ? ബാപ്ദാദയും അംഗീകരിക്കുന്നുണ്ട്, മെജോറിറ്റിയും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പാസ്സാണ്. എന്നാൽ പവിത്രതയുടെ വ്രതത്തിൽ 4 രൂപത്തിലും മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കം 4 രൂപത്തിലും സമ്പൂർണ്ണ പവിത്രതയുടെ വ്രതം പാലിക്കുന്നതിൽ പെർസെൻറ്റേജ് വരുന്നു. ഇപ്പോൾ ബാപ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ബാപ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: സമാനമാകുന്നതിൻ്റെ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ കുട്ടിയുടെയും മുഖത്തിൽ ബാബയുടെ മൂർത്തി കാണപ്പെടണം. ഓരോ വാക്കിലും ബാബയ്ക്ക് സമാനമായ വാക്കുകളായിരിക്കണം. ബാപ്ദാദയുടെ വാക്ക് വരദാന രൂപം ആകുന്നു. അപ്പോൾ താങ്കൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്യൂ. നമ്മുടെ മുഖത്തിൽ ബാബയുടെ മൂർത്തി കാണപ്പെടുന്നുണ്ടോ? ബാബയുടെ മൂർത്തി എന്താണ്? സമ്പന്നം, എല്ലാ കാര്യങ്ങളിലും സമ്പന്നം. ഇതേപോലെ ഓരോ കുട്ടിയുടെയും നയനം, ഓരോ കുട്ടിയുടെയും മുഖം ബാബയ്ക്ക് സമാനമാണോ? സദാ പുഞ്ചിരിക്കുന്ന മുഖമാണോ? അതോ ചിലപ്പോൾ ചിന്തയുള്ളത്, ചിലപ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങളുടെ നിഴൽ ഉള്ളത്, ചിലപ്പോൾ ഉദാസീനം, ചിലപ്പോൾ വളരെ പ്രയത്നമുള്ളത്? ഇങ്ങനെയുള്ള മുഖം അല്ലല്ലോ. സദാ റോസാപുഷ്പം, ചിലപ്പോൾ റോസാപുഷ്പം പോലെ വിടർന്ന മുഖവും, ചിലപ്പോൾ മറ്റൊന്നും ആകരുത്. കാരണം ജന്മമെടുത്തപ്പോൾ തന്നെ ബാപ്ദാദ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. മായ താങ്കളുടെ ഈ ശ്രേഷ്ഠ ജീവിതത്തെ നേരിടും. എന്നാൽ മായയുടെ ജോലിയാണ് വരിക എന്നത്. സദാ പവിത്രതയുടെ വ്രതമെടുക്കുന്ന താങ്കൾ ആത്മാക്കളുടെ ജോലിയാണ് ദൂരെ നിന്ന് തന്നെ മായയെ ഓടിക്കുക. ബാപ്ദാദ കണ്ടു, പല കുട്ടികളും മായയെ ദൂരെ നിന്നും ഓടിക്കുന്നില്ല. മായ വരാൻ അനുവദിക്കുന്നു. അതായത് മായയുടെ പ്രഭാവത്തിൽ വരുന്നു. അഥവാ ദൂരെ നിന്നും ഓടിക്കുന്നില്ലെങ്കിൽ മായയ്ക്കും ശീലമുണ്ടാകുന്നു. കാരണം അതിനറിയാം, ഇവിടെ എന്നെ ഇരിക്കാൻ അനുവദിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് മായ വരുന്നത്.
മായയാണ് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ എന്നിട്ടും ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പോൾ സമ്പൂർണ്ണമൊന്നും ആയിട്ടില്ല, ആരും സമ്പൂർണമായിട്ടില്ല. ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, ആയി മാറും, ആകും എന്ന് പറയുവാൻ തുടങ്ങുന്നു. അപ്പോൾ മായയ്ക്ക് ഇരിക്കുന്നതിനുള്ള ശീലം ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബയും ആശീർവാദങ്ങൾ, ആശംസകൾ നൽകുകയാണ്. എന്നാൽ ബാബ ഓരോ കുട്ടിയെയും, ലാസ്റ്റ് നമ്പറിലുള്ള കുട്ടിയെ പോലും ഏത് രൂപത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ലാസ്റ്റ് നമ്പർ പോലും ബാബയ്ക്ക് പ്രിയമാണല്ലോ. അപ്പോൾ ലാസ്റ്റ് നമ്പറിലുള്ള കുട്ടികളെ പോലും സദാ പുഷ്പമായി കാണുവാൻ ബാബ ആഗ്രഹിക്കുന്നു. വിടർന്നത് വാടിപ്പോയതല്ല. വാടിപ്പോകുന്നതിൻ്റെ കാരണമാണ് ഒരൽപ്പം അലക്ഷ്യം. നടന്നുകൊള്ളും, കണ്ടുകൊള്ളും, ചെയ്യുക തന്നെ ചെയ്യും, എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ ചെയ്യും എന്ന ഭാഷ താഴെ വീഴ്ത്തുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, എത്ര സമയം കടന്നുപോയി. ഇപ്പോൾ സമയത്തിൻ്റെ സമീപതയുടെയും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതിൻ്റെയും സൂചന ബാബ്ദാദ നൽകിക്കഴിഞ്ഞു. നൽകിക്കൊണ്ടിരിക്കുകയല്ല, നൽകിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള സമയത്തേക്ക് വേണ്ടി എവർ റെഡിയും അലേർട്ടും ആകേണ്ടത് ആവശ്യമാണ്. അലേർട്ട് ആയിരിക്കുന്നതിനായി ചെക്ക് ചെയ്യൂ. എൻ്റെ മനസ്സും ബുദ്ധിയും സദാ ക്ലിയറുമാണോ? ക്ലീനും ആയിരിക്കണം, ക്ലിയറും ആയിരിക്കണം. ഇതിനു വേണ്ടി സമയം വരുമ്പോൾ വിജയം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി മനസ്സിലും ബുദ്ധിയിലും ക്യാച്ചിങ് പവറും ടച്ചിങ് പവറും രണ്ടും വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസ് വരാൻ പോകുന്നു. ആരെങ്കിലും ദൂരെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പോലും ക്ലീനും ക്ലിയറുമായ മനസ്സും ബുദ്ധിയും ഉണ്ടായിരിക്കുമെങ്കിൽ ബാബയുടെ സൂചനയും ഡയറക്ഷനും ശ്രീമത്തും എന്താണോ ലഭിക്കേണ്ടത് അത് ക്യാച്ച് ചെയ്യുവാൻ സാധിക്കും. ടച്ചാകും, ഇത് ചെയ്യണം, ഇത് ചെയ്യുവാൻ പാടില്ല എന്ന്. അതിനാൽ ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വർത്തമാന സമയത്ത് സൈലൻസിൻ്റെ ശക്തി തൻ്റെ പക്കൽ എത്ര സാധിക്കുമോ ശേഖരിക്കൂ. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതേപോലെ മനസ്സിനെയും ബുദ്ധിയെയും കൺട്രോൾ ചെയ്യുവാൻ സാധിക്കണം. വ്യർത്ഥ സങ്കല്പം സ്വപ്നത്തിൽ പോലും ടച്ച് ചെയ്യരുത്. ഇങ്ങനെയുള്ള മൈൻഡ് കൺട്രോൾ ആവശ്യമാണ്. അതിനാൽ ചൊല്ലുണ്ട്, മനസ്സിനെ ജയിച്ചാൽ ജഗത്തിനെ ജയിച്ചു. ഏതുപോലെ സ്ഥൂല കർമ്മേന്ദ്രിയമായ കൈകളുണ്ട്. എവിടെ ആഗ്രഹിക്കുന്നുവോ, എപ്പോൾ വരെ ആഗ്രഹിക്കുന്നുവോ അതുവരെയും ഓർഡർ അനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കും. അതേപോലെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൺട്രോളിംഗ് പവർ ആത്മാവിൽ ഓരോ സമയത്തും എമർജ് ആയിരിക്കണം. യോഗത്തിൻ്റെ സമയത്ത് അനുഭവം ഉണ്ടാവുകയും എന്നാൽ കർമ്മത്തിൻ്റെ സമയത്ത്, വ്യവഹാരത്തിൻ്റെ സമയത്ത്, സംബന്ധത്തിൻ്റെ സമയത്ത് അനുഭവം കുറവായിരിക്കുകയും ചെയ്യുക എന്നത് പാടില്ല. പെട്ടെന്നാണ് പരീക്ഷ വരേണ്ടത്. കാരണം ഫൈനൽ റിസൾട്ടിന് മുൻപും ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടത്തപ്പെടുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് എന്ത് വിശേഷത ചെയ്യും? സൈലൻസിൻ്റെ ശക്തി എത്ര ശേഖരിക്കുവാൻ സാധിക്കുമോ ഒരു സെക്കൻഡിൽ സ്വീറ്റ് സൈലൻസിൻ്റെ അനുഭൂതിയിൽ ലയിക്കൂ. കാരണം സയൻസും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയൻസിൻ്റെ മേൽ സൈലൻസിൻ്റെ ശക്തിയുടെ വിജയം
പരിവർത്തനം ഉണ്ടാക്കും. സൈലൻസിൻ്റെ ശക്തിയിലൂടെ ദൂരെ ഇരുന്നു കൊണ്ടും ഏതെങ്കിലും ആത്മാവിന് സഹയോഗവും നൽകാൻ സാധിക്കും, സകാശ് നൽകുവാൻ സാധിക്കും. അലയുന്ന മനസ്സിനെ ശാന്തമാക്കുവാൻ സാധിക്കും. ബ്രഹ്മബാബയെ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും അനന്യമായ കുട്ടി അല്പം ചഞ്ചലതയിലോ ശാരീരിക കണക്കുകളിലോ ആയിരിക്കുമ്പോഴെല്ലാം രാവിലെ എഴുന്നേറ്റ് കുട്ടിക്ക് സൈലൻസിൻ്റെ ശക്തിയുടെ സകാശ് നൽകി അവർ അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അന്തിമത്തിൽ ഈ സൈലൻസിൻ്റെ സേവനത്തിൻ്റെ സഹയോഗം നൽകേണ്ടി വരും. സർക്കംസ്റ്റൻസ് അനുസരിച്ച് ഇത് വളരെ ശ്രദ്ധയിൽ വയ്ക്കൂ. സൈലൻസിൻ്റെ ശക്തി അല്ലെങ്കിൽ തൻ്റെ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ശക്തി ശേഖരിക്കുന്നതിൻ്റെ ബാങ്ക് കേവലം ഇപ്പോൾ മാത്രമാണ് തുറക്കുന്നത്. മറ്റൊരു ജന്മത്തിലും ശേഖരിക്കുന്നതിനുള്ള ബാങ്ക് ഇല്ല. ഇപ്പോൾ അഥവാ ശേഖരിച്ചില്ലെങ്കിൽ പിന്നെ ബാങ്കേ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഏതിൽ ശേഖരിക്കും? അതിനാൽ ശേഖരിക്കുന്നതിൻ്റെ ശക്തിയെ എത്ര സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ചെയ്യുവാൻ സാധിക്കും. പൊതുവെ ലോകത്തുള്ളവരും പറയുന്നു, എന്ത് ചെയ്യണമോ അത് ഇപ്പോൾ ചെയ്യൂ, എന്ത് ചിന്തിക്കണമോ ഇപ്പോൾ ചിന്തിക്കൂ. ഇപ്പോൾ എന്ത് ചിന്തിച്ചാലും ആ ചിന്തയായി തുടരും. കുറച്ച് സമയത്തിന് ശേഷം എപ്പോഴാണോ സമയത്തിൻ്റെ പരിധി സമീപം വരുന്നത്, അപ്പോൾ ചിന്ത പശ്ചാത്താപത്തിൻ്റെ രൂപത്തിലേക്ക് മാറും. ഇത് ചെയ്യണമായിരുന്നു, ഇത് ചെയ്യണമായിരുന്നു. അപ്പോൾ ചിന്തയായി തുടരുകയില്ല, പശ്ചാത്താപത്തിലേക്ക് പരിവർത്തനപ്പെടും. അതിനാൽ ബാബ്ദാദ മുൻകൂട്ടി തന്നെ സൂചന നൽകിക്കൊണ്ടിരിക്കുകയാണ്. സൈലൻസിൻ്റെ ശക്തി. ഒരു സെക്കൻഡിൽ എന്ത് സംഭവിച്ചാലും സൈലൻസിൽ ലയിക്കൂ. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത് പോരാ, ശേഖരണത്തിൻ്റെ പുരുഷാർത്ഥം ഇപ്പോഴാണ് ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ട്. ബാബ്ദാദ ഓരോരോ കുട്ടിയെയും കൂടെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. കൂടെയിരിക്കും, കൂടെ പോകും എന്നതാണ് വാഗ്ദാനം. ആ വാഗ്ദാനം നിറവേറ്റുന്നതിനായി സമാനമായവരാണ് കൂടെ പോകുന്നത്. കേൾപ്പിച്ചിരുന്നുവല്ലോ, ഡബിൾ ഫോറിനേഴ്സിന് കൈകോർത്ത് നടക്കുന്നത് നല്ലതായി തോന്നുന്നു. അപ്പോൾ ശ്രീമത്തിൻ്റെ കയ്യിൽ കൈ ഉണ്ടായിരിക്കണം. ബാബയുടെ ശ്രീമത്താണ് താങ്കളുടെ മതം. അതിനെയാണ് കയ്യിൽ കൈകോർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ശരിയാണോ? ഇന്ന് ബർത്ത്ഡേയുടെ ഉത്സവം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. ബാബ്ദാദയ്ക്കും സന്തോഷമുണ്ട്, ബാബയ്ക്ക് അഭിമാനമുണ്ട്. എൻ്റെ കുട്ടികൾ സദാ ഉത്സാഹത്തിലിരുന്നു കൊണ്ട് ഉത്സവം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഉത്സവം ആഘോഷിക്കുന്നുണ്ടോ? അതോ വിശേഷ ദിവസത്തിലാണോ? സംഗമയുഗം തന്നെ ഉത്സവമാണ്. യുഗം തന്നെ ഉത്സവത്തിൻ്റെതാണ്. മറ്റൊരു യുഗവും സംഗമയുഗം പോലെയല്ല. അപ്പോൾ എല്ലാവർക്കും ഉന്മേഷവും ഉത്സാഹവും ഉണ്ടല്ലോ. നമുക്ക് സമാനം ആവുക തന്നെ വേണം എന്ന് ഉണ്ടോ? ആവുക തന്നെ വേണം. അതോ നോക്കാം, ആകും, ചെയ്യാം എന്നല്ലല്ലോ. ആകുക തന്നെ വേണം എന്നാരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. ആവുക തന്നെ വേണം. ത്യാഗം ചെയ്യേണ്ടി വരും, തപസ്യ ചെയ്യേണ്ടി വരും. എന്തു തന്നെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും തയ്യാറാണോ? ഏറ്റവും വലിയ ത്യാഗം എന്താണ്? ത്യാഗം ചെയ്യുന്നതിൽ ഏറ്റവും
വലുതിലും വലിയ ഒരു വിഘ്നം വരുന്നത് ഒരു വാക്കാണ്. ത്യാഗം, തപസ്യ, വൈരാഗ്യം, പരിധിയില്ലാത്ത വൈരാഗ്യം. ഇതിൽ ഒരേ ഒരു വാക്കാണ് വിഘ്നമിടുന്നത്. അറിയാമല്ലോ, ഏതൊരു വാക്കാണ്? ഞാൻ. ബോഡി കോൺഷ്യസിൻ്റെ ഞാൻ. അതിനാൽ ബാബ്ദാദ പറഞ്ഞത് ഏതുപോലെ ഇപ്പോൾ എൻ്റേത് എന്ന് പറയുമ്പോഴെല്ലാം ആദ്യം എന്താണ് ഓർമ്മ വരുന്നത്? എൻ്റെ ബാബ. എൻ്റെ ബാബ എന്നാണല്ലോ വരുന്നത്. എൻ്റേതായ എന്തു തന്നെ ചെയ്താലും എൻ്റേത് എന്ന് പറയുമ്പോൾ ശീലമായി കഴിഞ്ഞു. ആദ്യം ബാബ എന്നത് വരുന്നു. ഇതേപോലെ തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ഏതുപോലെയാണോ എൻ്റെ ബാബ എന്നത് മറക്കാത്തത്, എപ്പോഴെങ്കിലും ആരെങ്കിലും എൻ്റേത് എന്ന് പറയുമല്ലോ, ബാബ എന്ന വാക്ക് വരിക തന്നെ ചെയ്യുന്നു. അതേപോലെ തന്നെ എപ്പോഴാണോ ഞാൻ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം ആത്മാവ് ഓർമ്മ വരണം. ഞാൻ ആരാണ്? ആത്മാവ്. ഞാൻ ആത്മാവാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റേതും പരിധിയുള്ളത് മാറി പരിധിയില്ലാത്തത് ആകണം. സാധ്യമാണോ? സാധ്യമാണോ? തലകുലുക്കൂ, ശീലമുണ്ടാക്കൂ. ഞാൻ എന്ന് പറയുമ്പോൾ ഉടൻ ആത്മാവ് വരണം. എപ്പോഴാണോ ഞാനെന്ന ഭാവം വരുന്നത്, അപ്പോൾ ഒരു വാക്ക് ഓർമ്മ വരണം. ചെയ്യിക്കുന്നവൻ ആരാണ്? ചെയ്യിക്കുന്നവനായ ബാബ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ചെയ്യിക്കുന്നവൻ എന്ന വാക്ക് ചെയ്യുന്ന സമയത്ത് സദാ ഓർമ്മയുണ്ടായിരിക്കണം. ഞാനെന്ന ഭാവം വരികയില്ല. എൻ്റെ വിചാരം, എൻ്റെ ഡ്യൂട്ടിയുടെയും വളരെയധികം ലഹരിയുണ്ട്. എൻ്റെ ഡ്യൂട്ടി. എന്നാൽ നൽകുന്ന ദാതാവ് ആരാണ്? ഈ ഡ്യൂട്ടീസ് പ്രഭുവിൻ്റെ ദാനമാണ്. ചിന്തിക്കൂ, പ്രഭുവിൻ്റെ ദാനത്തെ ഞാൻ എന്ന് കണക്കാക്കുന്നത് നല്ലതാണോ? ബാബ്ദാദ ഓരോ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ റിസൾട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു മാസം ഇങ്ങനെയുള്ള നാച്ചുറൽ നേച്ചർ ഉണ്ടാക്കൂ. കാരണം നാച്ചുറൽ നേച്ചർ പെട്ടെന്ന് മാറുകയില്ല. അപ്പോൾ നാച്ചുറൽ നേച്ചർ ആക്കി മാറ്റൂ. പറഞ്ഞുവല്ലോ, സദാ താങ്കളുടെ മുഖത്തു നിന്നും ബാബയുടെ ഗുണങ്ങൾ കാണപ്പെടണം. പെരുമാറ്റത്തിലൂടെ ബാബയുടെ ശ്രീമത്ത് കാണപ്പെടണം. സദാ പുഞ്ചിരിക്കുന്ന മുഖം ഉണ്ടായിരിക്കണം. സദാ സന്തുഷ്ടമായി ഇരിക്കുന്നതിൻ്റെയും സന്തുഷ്ടമാക്കുന്നതിൻ്റെയും പെരുമാറ്റ രീതി ഉണ്ടായിരിക്കണം. ഓരോ കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കണം. പല കുട്ടികളും ബാബ്ദാദയോട് വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പറയട്ടെ എന്താണ് പറയുന്നതെന്ന്? പറയുന്നു, ബാബ അങ്ങ് മനസ്സിലാക്കൂ, ഇത് എൻ്റെ നേച്ചറാണ്, മറ്റൊന്നുമല്ല. എൻ്റെ നേച്ചർ തന്നെ ഇതാണ്. ഇപ്പോൾ ബാബ്ദാദ എന്തു പറയട്ടെ? എൻ്റെ നേച്ചറാണ്. എൻ്റെ സംസാരം ഇങ്ങനെയാണ്. പലരും ഇങ്ങനെ പറയുന്നു, ക്രോധിച്ചില്ല, എൻ്റെ വാക്ക് അല്പം ഉച്ചത്തിലുള്ളതാണ്. അല്പം ഉച്ചത്തിൽ സംസാരിച്ചു, ദേഷ്യപ്പെട്ടില്ല, കേവലം ഉച്ചത്തിൽ സംസാരിച്ചു. നോക്കൂ, എത്ര മധുരമധുരമായ കാര്യങ്ങളാണ്. ബാബ്ദാദ പറയുന്നു, ഏതിനെയാണോ താങ്കൾ എൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, ഇത് എൻ്റേതാണ് എന്ന് പറയുന്നത് തന്നെ റോങ് ആണ്. എൻ്റെ നേച്ചർ ഇത് രാവണൻ്റെ നേച്ചറാണോ അതോ താങ്കളുടെ നേച്ചറാണോ? താങ്കളുടെ നേച്ചറാണ് അനാദികാലം, ആദികാലം, പൂജ്യകാലം. ഇതാണ് ഒറിജിനൽ നേച്ചർ. രാവണൻ്റെ വസ്തുവിനെ എൻ്റേത് എന്ന് പറയുകയാണല്ലോ.
അതിനാൽ പോകുന്നില്ല. അന്യവസ്തുവിനെ തൻ്റേതാക്കി വച്ചിരിക്കുകയാണല്ലോ. ഏതെങ്കിലും അന്യവസ്തുവിനെ തൻ്റെ പക്കൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ, ഒളിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിനെ നല്ലതായി കണക്കാക്കുമോ? അപ്പോൾ രാവണൻ്റെ നേച്ചറിനെ, അന്യ നേച്ചറിനെ എൻ്റേത് എന്ന് എന്തുകൊണ്ട് പറയുന്നു? വളരെ അഭിമാനത്തോടെ പറയുന്നു. എൻ്റെ കുറ്റമല്ല, എൻ്റെ നേച്ചറാണ്. ബാബ്ദാദയെയും പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ സമാപന ചടങ്ങ് നടത്തുമോ? നോക്കൂ, ഹൃദയം കൊണ്ട് പറയൂ, മനസ്സുകൊണ്ട് പറയൂ. എവിടെ മനസ്സുണ്ടായിരിക്കുമോ അവിടെ എല്ലാം നടന്നുകൊള്ളും. മനസ്സുകൊണ്ട് അംഗീകരിക്കൂ, ഇത് എൻ്റെ നേച്ചറല്ല, ഇത് മറ്റൊരാളുടെ വസ്തുവാണ്, അത് സൂക്ഷിച്ചു വയ്ക്കുവാൻ പാടില്ല. താങ്കളാണെങ്കിൽ മർജീവ ആയി കഴിഞ്ഞുവല്ലോ. താങ്കളുടേത് ബ്രാഹ്മണ നേച്ചറാണ്, അതോ പഴയ നേച്ചറാണോ? അപ്പോൾ മനസ്സിലായോ ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? മനോരഞ്ജൻ ആഘോഷിച്ചുകൊള്ളൂ, ഡാൻസ് ചെയ്തുകൊള്ളൂ, കളിച്ചുകൊള്ളൂ. പക്ഷേ എന്നതുണ്ട്. എല്ലാം ചെയ്യുമ്പോഴും സമാനം ആവുക തന്നെ വേണം. സമാനം ആകാതെ കൂടെ പോകുന്നതെങ്ങനെയാണ്? കസ്റ്റംസിൽ ധർമ്മരാജപുരിയിൽ നിൽക്കേണ്ടി വരും, കൂടെ പോവുകയില്ല. അപ്പോൾ ദാദിമാർ പറയൂ, 1 മാസം റിസൾട്ട് നോക്കട്ടെ, പറയൂ, നോക്കട്ടെ. 1 മാസം അറ്റൻഷൻ വയ്ക്കുമോ? 1 മാസം അഥവാ അറ്റൻഷൻ വച്ചുവെങ്കിൽ നാച്ചുറൽ ആയിക്കൊള്ളും. മാസത്തിലെ 1 ദിവസം പോലും വിട്ടുകളയരുത്. ശരി, ദാദിമാർ ഉത്തരവാദിത്വം എടുക്കുന്നു. എല്ലാവരും ഒത്തുചേർന്ന് ഒരാൾ മറ്റൊരാളെ പ്രതി ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും കൈനീട്ടു. ഏതുപോലെ ആരെങ്കിലും വീഴുകയാണെങ്കിൽ അവരെ കൈകൊണ്ട് സ്നേഹത്തോടെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും കൈകൊണ്ട് അന്യോന്യം സഹയോഗം നൽകി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കൂ. ശരിയാണോ? കേവലം താങ്കൾ ചെക്ക് ചെയ്യുന്നത് കുറവാണ്. ചെയ്ത ശേഷം ചെക്ക് ചെയ്യുന്നു. നടന്നുവല്ലോ. ആദ്യം ചിന്തിക്കൂ, പിന്നെ ചെയ്യൂ. ആദ്യം ചെയ്യൂ, പിന്നെ ചിന്തിക്കൂ എന്നല്ല, ചെയ്യുക തന്നെ വേണം. ശരി, ഇപ്പോൾ ബാബ്ദാദ ഏതൊരു ഡ്രിൽ ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു? 1 സെക്കൻഡിൽ ശാന്തിയുടെ ശക്തി സ്വരൂപമാകൂ. ഏകാഗ്ര ബുദ്ധി, ഏകാഗ്ര മനസ്സ്. മുഴുവൻ ദിവസത്തിലും 1 സെക്കൻഡ് ഇടയ്ക്കിടയ്ക്ക് കണ്ടെത്തി അഭ്യസിക്കൂ. സൈലൻസിൻ്റെ സങ്കല്പം ചെയ്തു സ്വരൂപമായി. ഇതിനുവേണ്ടി സമയത്തിൻ്റെ ആവശ്യകതയില്ല. 1 സെക്കൻഡിൻ്റെ അഭ്യാസം ചെയ്യൂ. സൈലൻസ്. ശരി. 4 ഭാഗത്തുമുള്ള ജന്മോത്സവം ആഘോഷിക്കുന്ന ഭാഗ്യവാൻ ആത്മാക്കൾക്ക്, സദാ ഉത്സാഹത്തിലിരിക്കുന്ന സംഗമയുഗത്തിലെ ഉത്സവം ആഘോഷിക്കുന്നവർക്ക്, ഇങ്ങനെ സർവ ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ചിറകുകളാൽ പറക്കുന്ന കുട്ടികൾക്ക്, സദാ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രതയുടെ അനുഭവിയാക്കുന്ന മഹാവീരന്മാരായ കുട്ടികൾക്ക്, സദാ സമാനമാകുന്നതിൻ്റെ ഉന്മേഷത്തെ സാകാര രൂപത്തിൽ കൊണ്ടുവരുന്ന ഫാദറിനെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക്, സദാ പരസ്പരം സ്നേഹിയും സഹയോഗിയും ധൈര്യം നേടിക്കൊടുക്കുന്നവരും, ബാബയിൽ നിന്നും സഹായത്തിൻ്റെ വരദാനം നേടിക്കൊടുക്കുന്ന വരദാനിയായ കുട്ടികൾക്ക്, മഹാദാനികളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. കോടി 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 മടങ്ങ് ആശംസകൾ, ആശംസകൾ,
ആശംസകൾ. വരദാനം. സദാ ഏകാന്തതയിലും സ്മൃതിയിലും വ്യാപൃതമായിരിക്കുന്ന പരിധിയില്ലാത്ത വാനപ്രസ്ഥിയായി ഭവിക്കട്ടെ. വർത്തമാന സമയം അനുസരിച്ച് നിങ്ങളേവരും വാനപ്രസ്ഥ അവസ്ഥയ്ക്ക് സമീപം ആണ്. വാനപ്രസ്ഥികൾ ഒരിക്കലും പാവകളുടെ കളി കളിക്കുന്നില്ല. അവർ സദാ ഏകാന്തതയിലും സ്മൃതിയിലും ഇരിക്കുന്നു. പരിധിയില്ലാത്ത വാനപ്രസ്ഥിയായ നിങ്ങളേവരും സദാ ഒന്നിൻ്റെ അന്തിമത്തിൽ, അതായത് നിരന്തരം ഏകാന്തതയിൽ ഇരിക്കൂ. അതിനോടൊപ്പം ഒന്നിനെ സ്മരിച്ചുകൊണ്ട് സ്മൃതി സ്വരൂപം ആകൂ. എല്ലാ കുട്ടികളെയും പ്രതി ബാബ്ദാദയുടെ ശുഭ ആശ ഇതാണ്. ഇപ്പോൾ ബാബയും കുട്ടികളും സമാനമാകട്ടെ. സദാ ഓർമ്മയിൽ ലയിച്ചിരിക്കട്ടെ. സമാനമാകുന്നത് തന്നെയാണ് സമാനത. ഇതുതന്നെയാണ് വാനപ്രസ്ഥ സ്ഥിതിയുടെ അടയാളം. സ്ലോഗൻ. താങ്കൾ ധൈര്യത്തിൻ്റെ ഒരു ചുവട് മുന്നോട്ടാക്കൂ. അപ്പോൾ ബാബ സഹായത്തിൻ്റെ 1000 ചുവടുകൾ മുന്നോട്ടാക്കും. അവ്യക്ത സൂചന. ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. ഇതുപോലെ ബാബയെക്കുറിച്ച് എല്ലാവരുടെയും വായിൽ നിന്നും ഒരേ ശബ്ദം വരുന്നു, എൻ്റെ ബാബ. അതേപോലെ ഓരോ ശ്രേഷ്ഠ ആത്മാവായ നിങ്ങളെ പ്രതിയും ഈ ഭാവന ഉണ്ടാകണം, അനുഭവം ഉണ്ടാകണം. ഓരോരുത്തരിൽ നിന്നും എൻ്റേതാണ് എന്ന അനുഭവം വരണം. ഓരോരുത്തരും മനസ്സിലാക്കണം, ഇവർ എൻ്റെ ശുഭചിന്തകരും സഹയോഗിയും സേവനത്തിൻ്റെ സഹചാരിയുമാണ്. ഇതിനെയാണ് ബാബയ്ക്ക് സമാനം കർമാതീത സ്റ്റേജിൻ്റെ സിംഹാസനസ്ഥർ എന്ന് പറയുന്നത്. സൂചന. ഇന്ന് മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ രാജയോഗി തപസ്വി സഹോദരി സഹോദരന്മാർ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് യോഗ അഭ്യാസത്തിൻ്റെ സമയത്ത് തൻ്റെ ലൈറ്റ് മൈറ്റ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ഭൃഗുടിയുടെ മധ്യത്തിൽ ബാബ്ദാദയുടെ ആഹ്വാനം ചെയ്തുകൊണ്ട് കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യണം. 4 ഭാഗത്തും ലൈറ്റിൻ്റെ മൈറ്റിൻ്റെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഓം ശാന്തി. എത്ര ധന്യം സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ആ നിമിഷം എത്ര ധന്യം സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ബാബാ ശിവ ബാബാ നിർമ്മലമാം സ്നേഹദ്യുതി പകർന്നീടവേ മാനസപൂവനിയിലാനന്ദഭരിതമാം നാദം. ആരോരുമറിയാതെ സംഗമയുഗത്തിൽ വന്നു നീ. പാരിലെങ്ങും ശാന്തി മന്ത്രം ഏകി നീ. പാവനമാം നവലോകം ഭൂവിൽ രച
പൂജിച്ചിടുവാൻ. പരമധാമത്തിൽ പ്രശോഭിതമാ പരമദീപ്തത്തിൽ മനമാഴ്ന്നിടവേ, ആത്മലയത്തിൻ നിർവൃതിയാം അനുഭൂതിയായി എന്റെ ജന്മം സഫലമായി. നിമിഷം എത്ര ധന്യം, സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ബാബാ ശിവ ബാബാ, നിർമ്മലമാം സ്നേഹദ്യുതി പകർന്നീടവേ മാനസപൂവനിയിലാനന്ദഭരിതമാം നാദം.